وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فقد قال الله تعالى إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. ബഹുമാനമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കാൻ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, ആളുകൾ എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കുന്ന വേളകളിലും ആളുകളുടെ ശ്രദ്ധ നമ്മളിൽ ഇല്ലാത്തപ്പോഴും അള്ളാഹുവിനോട് സൂക്ഷ്മത പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുന്നു. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഗ്രന്ഥത്തിൻ്റെ തുടക്ക ഭാഗമാണ്, ഒരു കിതാബിൻ്റെ ആമുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് നല്ല ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വായിച്ച് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ഹിജ്റ 691 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 751 മരണപ്പെടുകയും ചെയ്തു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഏറ്റവും അറിയപ്പെട്ട ശിഷ്യനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം എന്ന ഈ പണ്ഡിതൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരാമുഖം എന്ന നിലയ്ക്ക് നമ്മളിത് ആരുടെ ഗ്രന്ഥമാണ് വായിക്കുന്നത് എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് വായിക്കുന്നതിനുള്ള ഉപകാരങ്ങൾ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിൻ അബീബക്കർ ബിൻ അയ്യൂബ് ഇബ്നു ഖയ്യിമിൽ ജൗസിയ മദ്രസയുടെ ഡയറക്ടറുടെ മകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇബ്നുൽ ഖയ്യിം എന്ന് വിളിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം, ഡയറക്ടറുടെ മകൻ എന്ന് വിളിക്കുന്നത്. എന്താകട്ടെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് സ്വർഗത്തിൽ പോകാൻ ഈ ശിഷ്യൻ മാത്രം മതി എന്ന് പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഉസ്താദിന് ശിഷ്യന്മാരെ കൊണ്ട് കിട്ടുന്ന ഗുണം ആ ശിഷ്യനിലൂടെ ആരൊക്കെ നേർമാർഗത്തിലേക്ക് വരുന്നോ അവർക്കൊക്കെയുള്ള കൂലി ഉസ്താദിനും കിട്ടുമല്ലോ. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് സ്വർഗത്തിൽ പോകാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അൽ ഖയ്യിം മാത്രം മതി. രണ്ടാളും ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിന് അർഹരാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഷെയ്ഖ് എന്നാണല്ലോ. അപ്പോൾ അത്രത്തോളം വലിയ പണ്ഡിതന്മാരാണ്. ഹിജ്റ 700കളിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മനസ്സിൻ്റെ രോഗങ്ങളെ ചികിത്സിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് പൊതുവെ കഴിയുമെന്ന് പറയാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ രോഗങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, പുറത്ത് കാണാത്ത. നമ്മുടെ കൈക്ക് തളർച്ച വന്നാൽ, മുറി ബാധിച്ചാൽ, കൈനോ കാലിനൊക്കെ പരിക്ക് പറ്റിയാൽ എന്താ ഉണ്ടാവുക? അതിനൊക്കെ നമുക്ക് ചികിത്സ ഉണ്ടല്ലോ, പുറത്ത് ചികിത്സ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ത്വബീബുൽ ഖൽബാണ്, ഹൃദയത്തിൻ്റെ ഡോക്ടറാണെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ വൽബദൻ, അദ്ദേഹം നമ്മുടെ നാട്ടിൽ MBBS യോഗ്യതയൊക്കെ ഉള്ളതുപോലെ തന്നെ ആ നാട്ടിൽ പണ്ട് വൈദ്യം പഠിച്ച ഒരാളും കൂടിയാണ്. ശരീരത്തിൻ്റെ ചികിത്സയും അദ്ദേഹത്തിന് അറിയാം, ഹൃദയത്തിൻ്റെ ചികിത്സയും അദ്ദേഹത്തിന് വശമുണ്ട് എന്ന് പണ്ഡിതന്മാർ പൊതുവെ സൂചിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് അറിയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്.
6 വാള്യങ്ങളിലായി അല്ലെങ്കിൽ 5 വാള്യങ്ങളിലായിട്ടുള്ള സാദുൽ മആദ് എന്ന് പറയുന്ന വലിയൊരു ബൃഹത്തായ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. സാദുൽ മആദ് അദ്ദേഹം ഒരു യാത്രയിൽ എഴുതിയതാന്ന് പറയുന്നത് 5 വാള്യം. സാദുൽ മആദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം അതിൽ കിട്ടുമെന്നാണ് പറയാം. തുടക്കം തൊട്ട് നബിയുടെ ജീവചരിത്രം മുഴുവൻ അതിലുണ്ട്. മാത്രമല്ല നബിയുടെ രൂപം എല്ലാം ഉണ്ട്. നബിയുടെ എല്ലാ ഹദിയും എല്ലാ ചര്യകളും അതിലുണ്ട്. സാദുൽ മആദ് ഫി ഹദി ഖൈറിൽ ഇബാദ് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് വേറെയും കുറേ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില ഗുണപാഠങ്ങളും നിയമങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചാൽ ഫവായിദ് എന്ന് പറയുന്ന ഒരു നല്ല ഗ്രന്ഥമുണ്ട്. ചെറിയ ഗ്രന്ഥമാണെങ്കിലും നല്ല അതിലുള്ള മൂല്യങ്ങളുള്ള ഗ്രന്ഥമാണ്. അപ്പം നമ്മൾ അതിൻ്റെ തുടക്കം കുറച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെ അത് ഇന്ന് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അൻകബൂത്ത് പാരായണം ചെയ്യുകയും ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്താകട്ടെ, നമുക്ക് ഇത് കുറച്ച് വായിച്ചു നോക്കാം. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് കുറേ കിട്ടിയ ഗുണപാഠങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒരു പണ്ഡിതൻ്റെ ഗുണപാഠങ്ങൾ നമ്മൾ ആ ഒരു ഗൗരവത്തിൽ തന്നെ കാണണമല്ലോ. അപ്പം അദ്ദേഹം ആദ്യമായി ഈ ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ഒരു ഖായിദ, ഒരു നിയമം, നമ്മൾക്ക് എല്ലാവർക്കും ഖുർആൻ ഓതിയാൽ ഖുർആൻ കൊണ്ട് മാറ്റമുണ്ടാകണം എന്ന ആഗ്രഹമുണ്ട്. ശരിക്കും ഖുർആൻ ശിഫയാണല്ലോ, ഖുർആൻ ശമനമാണ്. അതായത് ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയും അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഓതിയിട്ട് ആ രൂപത്തിൽ അങ്ങ് ജീവിതം മാറുന്നില്ല. കുറേ ഓതുന്നുണ്ട്, അതനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലനൊന്നും ജീവിതത്തിൽ അടയാളമൊന്നും കിട്ടുന്നില്ല. അപ്പം അതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന വിഷയമാണ് ആദ്യം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഖുർആൻ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ അതുകൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ, ഖുർആൻ കേട്ടാൽ നല്ല ഉപകാരം കിട്ടും, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നല്ല ഉപകാരം കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഖുർആനുള്ള ഒരാളുടെ ജീവിതവും ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരാളുടെ ജീവിതവും വലിയ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം ഖുർആൻ നല്ല മുബാറക്കാണ്, ബറക്കത്തുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സമയത്തിലും ആരോഗ്യത്തിലും ഒക്കെ സമ്പത്തിലൊക്കെ ബറക്കത്ത് തരാൻ ഖുർആനെ കൊണ്ട് പറ്റും. മുബാറക്കായ ഗ്രന്ഥമാണ് ഖുർആൻ. കാരണം അള്ളാഹിൻ്റെ സംസാരമാണ്, അതിനൊരുപാട് ബറക്കത്തുണ്ട്. പക്ഷെ ഓതിയിട്ട് നമുക്ക് അങ്ങോട്ട് ഏശുന്നില്ല എന്ന് പറയാലോ, തട്ടുന്നില്ല. കുറേ കേൾക്കുന്നുണ്ട്, പക്ഷെ തട്ടുന്നില്ല. അത് വളരെ ഗൗരവപരമായി നമ്മൾ ചികിത്സിക്കേണ്ട ഒരു രോഗം കൂടിയാണ്. അപ്പം അതിനുള്ള പരിഹാരം മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹു നേരിട്ട് ഒരാളോട് സംസാരിക്കുന്ന ആളുടെ പോലെ നീ മുമ്പിലിരുന്നാൽ ഒരുപക്ഷെ നിനക്ക് ഉപകാരപ്പെടും. അതിന് അദ്ദേഹം ഓതുന്ന ഒരു ആയത്താണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. ആ ആയത്തിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. സൂറത്തു ഖാഫിലെ, ഖാഫ് സൂറത്തിലെ, ഖാഫ് അൽ ഖുർആനിൽ മജീദ്, നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്താണ് ഖാഫ്. അതിൻ്റെ 37-ാമത്തെ ആയത്ത്, 37-ാമത്തെ ആയത്ത്, ആ ആയത്ത് നമുക്ക് ഓതുകയും ചെയ്യാം, അതിൻ്റെ വിശദീകരണം നോക്കുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഫീ ദാലിക ലദിക്റാ لمن كان له قلب أو ألقى السمع وهو شهيد. ഖുർആൻ കയ്യില്ലാത്തതുകൊണ്ട് ഒറ്റടിക്ക് അപ്പോൾ കിട്ടൂല. ഞാൻ ഒന്നുകൂടി മുറിച്ച് ചോദിത്തരാം. ഇന്ന ഫീ ദാലിക ലദിക്റാ لمن كان له قلب أو ألقى السمع وهو شهيد. ഒന്നുകൂടി ഓതാ. ഇന്ന ഫീ ദാലിക ലദിക്റാ لمن كان له قلب أو ألقى السمع
لمن كان له قلب أو ألقى السمع وهو شهيد. ഓക്കെ, 37-ാമത്തെ ഈ ആയത്തിൻ്റെ അർത്ഥം, സൂറത്തു ഖാഫിലെ 37-ാമത്തെ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, തീർച്ചയായും അതിൽ, ഇന്ന ഫീ ദാലിക, അതിൽ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് ഇതുവരെ ഓതിയ കാര്യങ്ങൾ, അതിലുണ്ട് ലദിക്റ, എന്തുണ്ട്? ഉത്ബോധനം, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയും. ഖുർആനിന് ആ ഒരു ദിക്റയുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടുമല്ലോ. ആ ദിക്റ ഖുർആനിലുണ്ട്, ഉത്ബോധനമുണ്ട്. ആർക്കാണുള്ളത്? ലിമൻ, ഒരുത്തനാണ്, കാന ലഹു ഖൽബുൻ, അവൻ എന്തുണ്ട്? ഹൃദയമുണ്ട്. അപ്പം ഹൃദയമുള്ളവർക്ക് ദിക്റ കിട്ടും. അപ്പം നമുക്ക് എല്ലാവർക്കും ഹൃദയം ഉണ്ടല്ലോ, ഖൽബുണ്ടല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവനുള്ള ഹൃദയം വേണം. എങ്ങനത്തെ ഹൃദയം വേണം? ജീവനുള്ള ഹൃദയം. അത് നമുക്കുണ്ടല്ലോ. അങ്ങനെ ചോദിക്കാമല്ലോ, നമ്മളൊക്കെ ആരും മരിച്ചിട്ടില്ലല്ലോ. നമ്മളെ ഹൃദയം എപ്പോഴും എന്തുണ്ട്? സ്പന്ദനല്ലേ? ഉണ്ട്. അതുമല്ല ഉദ്ദേശം. അതായത് ഹൃദയത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ജീവിതത്തിന് അപ്പുറത്തുള്ള വേറൊരു കാര്യമാണ്. ശരീരത്തിന് ആരോഗ്യവും രോഗവും ഉള്ളതുപോലെ തന്നെ ഹൃദയത്തിനും എന്തുണ്ട്? ആരോഗ്യവും രോഗവുമുണ്ട്. കൈ, ഈ അവയവത്തിൻ്റെ പണി എന്താണ്? നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ? ഭക്ഷണം കഴിക്കാൻ നമ്മൾ വലത്തെ കൈ ഉപയോഗിക്കും. അതേപോലെ നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട ജോലികളൊക്കെ നമ്മുടെ കൈകൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ കൈ മാതല്ല അങ്ങനെ ആവാതിരിക്കാതെ തളർന്നു പോയി വിചാരിക്കാം. വാദം വന്ന് തളർന്നു പോയി. കൈ ഉണ്ട്, പക്ഷെ നമുക്ക് എന്തിനു പറ്റുന്നില്ല? അനക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തൊട്ടാലൊന്നും അറിയില്ല. അറബിയിലൊരു കവിത ഉണ്ട്, മാലി ജുർഹിൻ ലി മയ്യിത്തിൻ നീലാമു. ഒരു മരിച്ച മയ്യത്തിനെ പോയിട്ട് നമ്മളൊരു മുറിവുണ്ടാക്കിയാൽ ആ മയ്യത്തിന് വേദന ഉണ്ടാവുമോ? ഇല്ല, കാരണം മരിച്ചല്ലോ. അതേപോലെ നമ്മുടെ ഹൃദയം മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഖുർആൻ എന്ത് ചെയ്യൂല? ഹൃദയത്തിന് ജീവിതവും മരണവും ഉണ്ട്, ഹൃദയത്തിന് രോഗവും ആരോഗ്യവും ഉണ്ട്. നല്ല ആരോഗ്യമുള്ള ഹൃദയമാണെങ്കിലേ ഖുർആൻ പെട്ടെന്ന് ഫലം ചെയ്യൂ. രോഗമുള്ള ഹൃദയമാണെങ്കിൽ ഖുർആൻ പെട്ടെന്ന് ഫലം ചെയ്യൂല. രോഗമുള്ള ഹൃദയമാണെങ്കിൽ ഇപ്പോൾ കുറേ ഹറാമുകൾ ഒരാളുടെ ഹൃദയത്തിലുണ്ട്. ഇപ്പോൾ ലൈംഗികതകളായി, തോന്നിവാസങ്ങളായി, മോശപ്പെട്ട കാഴ്ചകളായി, ഹൃദയത്തിൽ ഒരുപാട് തോന്നിവാസങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ അയാളുടെ ഹൃദയം രോഗമുള്ള ഹൃദയമാണ്. രോഗമുള്ള ഹൃദയത്തിന് ഒരിക്കലും ആരോഗ്യമുള്ള ഹൃദയത്തെ പോലെ ആകില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരാൾ നന്നായി നമ്മളെ ജിമ്മിലൊക്കെ പോകുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ഒരാളാണ്, ശരീരത്തിന് നന്നായി ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത്, രാവിലെ ഓടാനൊക്കെ പോയി ജോഗിങ് ഒക്കെ ചെയ്ത് ശരീരത്തിൻ്റെ ആരോഗ്യം നന്നായി ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, അതിൻ്റെ ഒരു കാലമാണല്ലോ. ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആരോഗ്യപ്രദമായ ഭക്ഷണമൊക്കെ ഈ ശരീരം നോക്കുന്ന ഒരാളാണ്. ഈ ആൾക്കും ഒരു പക്ഷേ ചിലപ്പോൾ സുബഹിക്ക് പള്ളിക്ക് പോകാൻ മടി ഉണ്ടാവും. കാരണം അവിടെ ശരീരത്തിൻ്റെ ആരോഗ്യമല്ല പ്രധാനം. അവിടെ എന്താണ് പ്രധാനം? അവിടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് പ്രധാനം. മനസ്സിന് രോഗമുണ്ടെങ്കിൽ സുബഹിക്ക് പോകാൻ ഉറപ്പായിട്ടൊന്നുണ്ടാവും. അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സുബഹിക്ക് പോകാൻ എന്തായാലും പെട്ടെന്ന് മടി ഉണ്ടാകും. അതേപോലെ നമുക്ക് ചില സൽക്കർമ്മങ്ങളോട് ചിലപ്പോൾ ഒരു താല്പര്യമില്ലായ്മ, ഒരു 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 തരത്തിലുള്ള വെറുപ്പ്, പൂർണ്ണമായി വെറുത്തു എന്നല്ല, ഒരു മടി, ഒരു കസൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് രാവിലെ രക്ഷയിലിരുന്ന ഒരു മടി ഒക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഖൽബിലാണ്, ഹൃദയത്തിലാണ് പ്രശ്നം വരുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ നമ്മൾ മനസ്സ് തളർന്നെന്ന് പറയില്ലേ, മനസ്സ് തളർന്നു പോയാൽ പിന്നെ കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരീരം ചിലപ്പോൾ രോഗാതുരമായാലും മനസ്സ് തളർന്നാൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിലൊക്കെ അതിന് സൂചന ഉണ്ട്. ശക്തൻ എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല, ക്ഷമിക്കുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സൂചനയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കുക. നമ്മളെ ഖൽബിന് എത്ര ആരോഗ്യം ഉണ്ടാവും? ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ
പിന്നെ ഹഫിളഹുല്ല മദീനയിലെ വലിയൊരു പണ്ഡിതനാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതൻ, നിങ്ങൾ പലരും അറിയുന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ചെറുപ്പകാലത്ത്, നിങ്ങൾ കേൾക്കണില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? അദ്ദേഹത്തിൻ്റെ, ഞാനത് ഇടയ്ക്ക് ചോദിക്കോട്ടില്ലേ, ഉറങ്ങാതിരിക്കാനാണ്, നിങ്ങൾ കാര്യമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ചെറുപ്പകാലത്ത് പിന്നെ അദ്ദേഹം മദീന പള്ളിയിൽ തറാവീഹ് രാത്രി നമസ്കാരം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റുന്ന സമയത്ത്, ഞാൻ വായിച്ചതാണ്, അദ്ദേഹത്തിന് നേരിട്ട് കേട്ടതല്ല, വായിച്ചതാണ്. എഴുന്നേറ്റുന്ന സമയത്ത് ഒരു ഇന്തോനേഷ്യക്കാരനായ, അതായത് മദീനക്കാരനല്ലാതെ വേറൊരു നാട്ടിൽ നിന്നാണ്, ഇന്തോനേഷ്യക്കാരനായ ഒരു വ്യക്തി വന്നിട്ട് മുമ്പിൽ നിസ്കരിക്കുകയാണ്. തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയാണ്. രാത്രി അന്ന് ഒരുപാട് നിസ്കാരമുണ്ട്, ദൈർഘ്യമേറിയ നിസ്കാരമാണ് മദീന പള്ളിയിലുള്ളത്. ഒരു ജുസോളൊക്കെ അങ്ങനെ റക്കാത്തിലൊക്കെ പാരായണം ചെയ്ത് വളരെ ദീർഘ റക്കാത്തുകളാണ് ഉണ്ടാവുക. ഈ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യനൊരു കാലില്ല, എന്തില്ല, ഒരു കാലില്ല. ആ സന്ദർഭത്തിൽ എന്നിട്ട് അദ്ദേഹം പൂർണ്ണമായി ആ തറാവീഹ് നമസ്കരിക്കുകയും ആ നമസ്കാരം പൂർത്തിയാക്കുകയും വീണ്ടും ഇബാദത്തിന് അദ്ദേഹത്തിന് ആവേശം കാണുകയും ചെയ്തപ്പോൾ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ പറഞ്ഞു, അന്ന് ഞാൻ പഠിച്ച പാടാണ്, എന്നെ ഏറെ കരയിപ്പിച്ചൊരു പാടാണ്. ശരീരത്തിനല്ല രോഗം, മനസ്സിനാണ് രോഗം. നമ്മളൊക്കെ സത്യത്തിൽ ദീനിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനിൽ നമ്മൾ അകറ്റുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗം കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗം കൊണ്ടാണ്. അപ്പോൾ ഖുർആൻ ഫലം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ്. അതിനെന്താ ചെയ്യുക? ഹൃദയത്തിന് ആരോഗ്യം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകാൻ എല്ലാ പിന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാൻ എന്തായാലും പിന്നെ തിബ് പഠിച്ച ആളല്ല. നിങ്ങളിതിൽ പിന്നെ ആ ഒരു മേഖലയിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. പൊതുവെ അടിസ്ഥാനപരമായി പറയുന്നത് ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുക, പുറത്തുനിന്നൊരു കേട് വരാതെ നോക്കുക, ഉള്ള ശരീരത്തിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതിനടുത്ത് പുറത്താക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോഴുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുക, പുറത്തുനിന്നൊരു കേടും വരാതെ നോക്കുക. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇപ്പം ശരീരത്തിൽ എന്തെങ്കിലും പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് എന്ത് ചെയ്യുക, പുറത്ത് കളയുക. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല മെച്ചം കിട്ടും. ഇതാണ് എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പിന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുക, പുറത്തുനിന്നൊരു കേട് ഇനി വരാതെ നോക്കുക. ഇപ്പം ഇനി എന്തെങ്കിലും ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേട് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കേട് എടുത്ത് എന്ത് ചെയ്യുക, പുറത്താക്കുക. ചുരുക്കി പറഞ്ഞ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇതന്നെയാണ് ചെയ്യേണ്ടത്. ഉള്ള ആരോഗ്യം അദ്കാർ കൊണ്ടും അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ടും ഫർള് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് സംരക്ഷിക്കുക, ഉള്ള മനസ്സിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. ഇനി പുറത്തുനിന്ന് സിനിമയിലൂടെയും സീരിയലിലൂടെയും അതേപോലെ തന്നെ സൈറ്റുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും അതല്ലാതെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു കേട് വരാതെ നോക്കുക. എന്തെങ്കിലും തെറ്റ് മനസ്സിൽ കടന്നുകൂടി തൗബ ചെയ്ത് എന്ത് ചെയ്യുക, പെട്ടെന്ന് പുറത്തേക്ക് കളയുക. ഇതന്നെയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഫായിദക്ക് വേണ്ടി നിങ്ങൾ ഈജിപ്ത് വരെ സഞ്ചരിച്ചാലും അത് നഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ ഗുണപാഠമായിട്ട് തന്നെ എടുക്കുക. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ ഉള്ള ആരോഗ്യത്തെ, ഉള്ള മുറിവിനെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നമ്മുടെ കയ്യിലോ കാലിലോ ഒരു മുറി ഉണ്ടായി, ആ മുറി നമ്മൾ വീണ്ടും കത്തി കൊണ്ട് തുളച്ചാൽ എങ്ങനെ ഉണ്ടാകും? നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു ഹറാമ് കാണുകയും കേൾക്കുകയും ചെയ്ത വീണ്ടും അതന്നെ കണ്ട് വീണ്ടും അതന്നെ കേട്ട് കഴിഞ്ഞാൽ രോഗം കൂടുക കുറേ ചെയ്യുക, രോഗം കൂടുകയാണ് ചെയ്യുക. അപ്പം ഈ ഒരു അവസ്ഥയില്ല, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഖുർആൻ കൊണ്ട് എന്ത് കിട്ടും? ഉപകാരം കിട്ടും. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബ്. എന്താണ് വേണ്ടത്? നല്ല ഹൃദയം വേണം, ജീവസുറ്റ ജീവനുള്ള ഹൃദയം വേണം, തളർന്നു പോകാത്ത ഹൃദയം വേണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മനസ്സിലാകണമെങ്കിൽ നമ്മളും അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ഒറ്റക്കായാൽ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം കറക്റ്റ് ബോധ്യപ്പെടും. നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടും, നമുക്ക് എത്ര കഴിവുണ്ട്. രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുമ്പോൾ നമ്മുടെ ഒരു ആവേശമൊക്കെ അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമുക്ക് ബോധ്യപ്പെടും. സൽക്കർമ്മങ്ങളിൽ നമ്മൾ എത്ര ക്ഷമ കാണിക്കാൻ പറ്റും, അപ്പം നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം ബോധ്യപ്പെടും. ഹറാമുകൾക്ക് മുമ്പിൽ നമുക്ക് എത്ര പിടിച്ചിരിക്കാൻ പറ്റും, അപ്പം നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം ബോധ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ള ആരോഗ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ശരീരത്തിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കണം, ഹൃദയത്തിൻ്റെയും
ആരോഗ്യത്തെ സംരക്ഷിക്കണം. കാരണം ഹൃദയം കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്താൽ നമുക്ക് ഖുർആൻ ഉപകാരപ്പെടും, സൽക്കർമ്മങ്ങളോട് താല്പര്യം തോന്നും, മനസ്സിൽ നല്ല നല്ല ചിന്തകൾ വരും, മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റും. ഇത് കുറേ കാര്യങ്ങൾക്ക് മരുന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് ഖുർആൻ കേട്ടാലും, ഇപ്പോൾ നല്ല ഖുതുബ കുറേ ആയത്തുകൾ കേൾക്കുന്നുണ്ട്, ക്ലാസ് എത്രയോ പർപ്പുരുസ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എത്രയോ നമ്മൾ ക്ലാസ്സും ഹദീസും ഒക്കെ കേൾക്കുന്നുണ്ട്. വഹി നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾക്ക് ഒരു നല്ല ഹൃദയം, ആരോഗ്യമുള്ളൊരു ഹൃദയം ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇനി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ച് പറയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഭൗതിക തത്വം അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചികമായൊരു നിയമമാണ്. ഏതൊരു കാര്യം മറ്റൊന്നിൽ സ്വാധീനം ഉണ്ടാക്കണമെങ്കിലും നമുക്കിപ്പോൾ എന്താ വേണ്ടത്? ഖുർആൻ കൊണ്ട് നമ്മളെ ഖൽബിന് സ്വാധീനം ഉണ്ടാകണം, ഒന്ന് നന്നാകണം, ഹൃദയം ഒന്ന് കേൾക്കുമ്പോൾ ഒരു ഈമാൻ ഉണ്ടാകണം. ഏത് ആയത്ത് കേട്ടാലും ഒന്ന് മാറി ചിന്തിക്കണം. സ്വഹാബത്തൊക്കെ ചില ആയത്ത് കേട്ടപ്പോൾ ബോധം മറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളത് വായിച്ചിട്ടല്ലേ ഉള്ളൂ, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? സ്വഹാബത്ത് ചില ആയത്ത് കേട്ടപ്പോൾ അവരുടെ ബോധം മറഞ്ഞുപോയി. അതിന് മാത്രമൊക്കെ ഇപ്പം ഉണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കരയുന്ന കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ആയത്തോതി കരയുന്ന കണ്ടിട്ടുണ്ടാവും. അതൊരു സ്വാധീനമാണ്. പക്ഷെ ബോധം മറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കണ്ടേ? അത്രത്തോളം പേടി ഉണ്ടാക്കണ്ടേ? സ്വർഗവും നരകവും ഒക്കെ ആലോചിച്ച് ഉറക്കം വരാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സ്വഹാബക്കളുടെ ഒക്കെ ഒരു ജീവിതത്തിൽ, മുൻഗാമികളുടെ ജീവിതത്തിൽ. നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ആലോചിച്ച് അങ്ങനത്തെ രാത്രികളൊക്കെ നമുക്ക് ഉണ്ടാവണ്ടേ? വേണമല്ലോ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഖുർആൻ നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കണം, ഹദീസ് നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കണം. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏത് കാര്യം മറ്റൊന്നിൽ സ്വാധീനം ഉണ്ടാക്കണമെങ്കിലും അടിസ്ഥാനപരമായി സ്വാധീനം ഉണ്ടാക്കാനൊരു സാധനം വേണം, അതിന് സ്വാധീനം ചെലുത്താനൊരു സ്ഥലം വേണം. ഇപ്പോൾ ഖുർആനെ പറ്റി പറയുകയാണെങ്കിൽ ഖുർആൻ്റെ ആയത്തുകളുണ്ട്, ചെലുത്താനുള്ള സ്ഥലം ഏതായിരിക്കും? നമ്മുടെ ഹൃദയം വേണം. അതേപോലെ തന്നെ ഈ സാധനം ഈ സ്ഥലത്ത് സ്വാധീനം ചെലുത്തണമെങ്കിൽ നിബന്ധനകൾ പാലിക്കപ്പെടണം, കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. അപ്പം നമുക്ക് മരുന്നെടുക്കാം, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മരുന്നെടുക്കാം. മരുന്ന് നമ്മൾ കുടിക്കുന്നത് നമ്മളുടെ രോഗത്തിൻ്റെ മരുന്നാണെങ്കിൽ തന്നെയും നമ്മൾ അതേ സ്ഥലത്ത് തന്നെയാണ് മരുന്ന് പുരട്ടിയെങ്കിലും എല്ലാ മരുന്നും ഫലം ചെയ്യലുണ്ടോ? ഉണ്ടോ? ഇല്ല. ചില സമയത്ത് മരുന്ന് ഫലം ചെയ്യാതെ പോകും. ഇതന്നെയാണ് ഖുർആൻ്റെ അവസ്ഥയും. ഇത് തന്നെയാണ് ഖുർആൻ്റെ അവസ്ഥ. അതായത് നമ്മൾ മരുന്ന് കുടിക്കുന്നു പക്ഷെ ഫലം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയും കുടിക്കേണ്ട രൂപത്തിൽ കുടിക്കണം. നമ്മൾ ഒറ്റയടിക്ക് വലിച്ച് കുടിച്ചാൽ ചിലപ്പോൾ ഉള്ളതിനേക്കാൾ ചിലപ്പോൾ ദോഷം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നിയ അളവിൽ കുടിച്ചാലും പ്രശ്നമാണ്. ആര് പറഞ്ഞ അളവിൽ കുടിക്കണം? ഡോക്ടർമാർ പറഞ്ഞ അളവിൽ കുടിക്കണം. അല്ലെങ്കിൽ അത് കുടിക്കുമ്പോൾ നമ്മളോട് ഇവിടെ തേക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തേക്കണം, വേറെ സ്ഥലത്ത് കൊണ്ടേ തേച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. അപ്പോൾ നിബന്ധനകൾ പാലിക്കപ്പെടണം. പിന്നെ അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, നമ്മൾ ആ മുറിവ് പറ്റിയ സ്ഥലത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ആ മരുന്നുകൊണ്ട് എന്തുണ്ടാവില്ല, അവിടെ അത്രയും ബാക്ടീരിയയും വൈറസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്ന് വെച്ചുകൊണ്ട് കാര്യം ഉണ്ടാകില്ല. ഇതേ കാര്യങ്ങളാണ് ഖുർആൻ ഓതുമ്പോഴും ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഈ ആയത്തിലുണ്ട് എന്നാണ്. അത് നമ്മൾ ഓതുമ്പോൾ ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അതിൽ ഗുണപാഠമുണ്ട്, അല്ലെങ്കിൽ ഉത്ബോധനമുണ്ട്, മനസ്സിനെ പിടിച്ചു കുലുക്കാനുള്ള കഴിവുണ്ട് ഈ പറയപ്പെട്ട ആയത്തുകൾക്ക്. ഖാഫിൽ ഇത്രയും നേരം ഓതിയ ആയത്തുകൾക്കുണ്ട്. പക്ഷെ അത് ആർക്കാണ്? ലിമൻ കാന ലഹു ഖൽബ്. ആർക്കാണുള്ളത്? ഹൃദയമുള്ളവർക്കാണുള്ളത്. അപ്പോൾ സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധനമായി അതാണ് ഖുർആൻ, സ്ഥലമായി അതാണ് ഹൃദയം. ഇനി വേണ്ടത് ഔ അൽഖസം എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവൻ എങ്ങനെ കേൾക്കണം? ചെവി കൊടുത്ത് കേൾക്കണം. നമ്മൾ പലപ്പോഴും ഈ ഒരു നിബന്ധന മനസാന്നിധ്യത്തോടു കൂടി കേൾക്കണം നോക്കുക. അൽഖസം വഹുവ ഷഹീദ്, ചെവി കൊടുത്ത് ശ്രദ്ധിച്ചിരിക്കണം. അതാണ് നിബന്ധന, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഖുർആന് ഫലം ചെയ്യാൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയൊക്കെ പഠിപ്പിക്കുന്നൊരു സ്ഥലം നമസ്കാരത്തിലാണ്. ഇപ്പോൾ ഫജ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇശാൻ്റെ ഒക്കെ ഇമാം ഇങ്ങനെ ഓതല്ലേ, നമ്മൾ എന്തായാലും നിസ്കാരത്തിൽ കേൾക്കണം. ആ സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓതും ഖുർആൻ. നമ്മൾ രാവിലെ സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ആളുകളാണ്. അത് നമ്മൾ സ്ഥിരം ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഓതുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുക. അർത്ഥം അറിയുന്നവർക്ക് അല്ലെങ്കിൽ അർത്ഥം നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സെങ്ങോട്ടും കൊണ്ടുപോകാതിരിക്കുക. അതാണ് നിബന്ധന. പിന്നെ അവിടെ തടസ്സങ്ങളുണ്ടായിരുന്നു. നമ്മുടെ മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കരുത്. വഹുവ ഷഹീദ്, ഹൃദയം എങ്ങനെ ആയിരിക്കണം? ഇതിന് മനസാന്നിധ്യം ഉണ്ടാകണം, സാക്ഷിയായിരിക്കണം.
അള്ളാഹു നമ്മളോട് നേരിട്ടൊരു കാര്യം പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകും? അങ്ങനെയൊക്കെ നമുക്ക് നിസ്കരിക്കാൻ കഴിയലുണ്ടോ? സത്യം പറഞ്ഞാലില്ലല്ലോ. റസൂലുള്ളാഹി പറഞ്ഞത് ഇഹ്സാൻ എന്ന് പറയുന്ന ദറജ എത്തിയവർക്ക് അങ്ങനെ കഴിയുള്ളൂ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻത അബ്ദുല്ലാഹ, നീ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കലാണ്. കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ ദർശിക്കുന്നത് പോലെ. അതായത് നീ അള്ളാഹിനെ കണ്ടോണ്ട് ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും നിന്റെ ഇബാദത്തിന്റെ കോലം? എങ്ങനെയായിരിക്കും? അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവൂലേ? ഇനി ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതാണൊരു ദറജ. അതേപോലെ ഖുർആൻ ഓതാൻ പറ്റുമോ? അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നതാണ്, അള്ളാഹു എന്നോട് പറയുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓതാൻ കഴിയണമെങ്കിൽ നമ്മൾ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിച്ചെടുക്കണം. ഒറ്റ നിമിഷം കൊണ്ടാവുന്നല്ല, പരിശീലിപ്പിച്ചെടുക്കണം. മനസ്സ് ഖുർആൻ ഫലിക്കുന്നതിൽ നിന്നുള്ള തടസ്സമാണെന്ത്? മനസ്സ് വേറെ എങ്ങോട്ടിൽ സഞ്ചരിക്കുക എന്നുള്ളത്. ഓതുന്നത് യാസീനൊക്കെ ഇരിക്കും, പക്ഷെ മനസ്സ് കച്ചവടത്തിലാണെങ്കിലോ? ഖുർആന്റെ ഹൃദയമാണ് യാസീൻ എന്നൊക്കെ പറയുന്നതൊക്കെ, നമ്മുടെ ഹൃദയം യാസീനുണ്ടാവില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ നിൽക്കുന്ന നിസ്കാരത്തിലാണ് ഇമാമ് ഏറ്റവും നന്നായി ഫലം ചെയ്യാവുന്ന തരത്തിലുള്ള ആയത്തുകളാണ് ഓതുന്നത്. നല്ല മരുന്നാണ് ഖുർആൻ. പക്ഷെ നമ്മളെ കൽബിന് അത് യേശുന്നില്ല. കാരണം നമ്മുടെ കൽബ് ഇവിടെ ഇല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളിവിടെ ഇല്ല, നമ്മൾ അതിന് സാക്ഷിയാകുന്നില്ല. ഇതൊരു എന്താണ് പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നമ്മൾ ചികിത്സിക്കണം. ഇനിയെങ്കിലും നമ്മൾ ചികിത്സിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാർഗങ്ങളെ കൊണ്ട് നമ്മൾ ചികിത്സിക്കണം. തടസ്സങ്ങളില്ലാതെ നിങ്ങളൊന്ന് ഖുർആൻ ഓതി നോക്കുക. നമ്മുടെ ജീവിതത്തിൽ അതിന് മാത്രം ലക്ഷ്യം വെച്ച് ഒരു സമയം ഒരു 15 മിനിറ്റെങ്കിലും വേറെ ഒന്നും ചിന്തിക്കാതെ, അതിനിപ്പോൾ കഴിയൽ പ്രയാസമാണ്. കാരണം ഇതിൽ സ്ഥിരം സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ, സ്ഥിരം റീലുകൾ, ഷോർട്സുകൾ, വീഡിയോകൾ സ്ക്രോൾ ചെയ്യുന്ന ഒരാളുടെ ഹൃദയം പെട്ടെന്ന് എന്തെങ്കിലും നിൽക്കില്ല, മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയില്ല. നമുക്കൊരു കാര്യത്തിൽ ഒരു കാര്യം തന്നെ കേട്ടിരിക്കാൻ, നിങ്ങൾക്ക് അപ്പം എത്രത്തോളം ഒരു ദിവസം ക്ലാസ് കേട്ടിരിക്കാൻ കഴിയും? കുറച്ച് കഴിഞ്ഞാൽ മനസ്സ് തന്നെ പറയില്ലേ? അപ്പം അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും അതിൻ്റെ ഒരു സമയം ഉണ്ടാവും. എന്നാലും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ച് നിങ്ങൾ ഒന്ന് മനഃപൂർവ്വം ഇരുന്ന് ഒന്ന് മനസാന്നിധ്യത്തോടുകൂടി ഓരോ ആയത്ത് ഓതി നോക്ക്. അപ്പോൾ നമുക്ക് നല്ല മാറ്റം ഖുർആനെ കൊണ്ട് തന്നെ ഉണ്ടാകും. വേറൊന്നും നമുക്ക് സമാധാനത്തിന് ഖുർആൻ മാത്രം മതിയാവും, വേറൊന്നും വേണ്ടില്ല. അതായത് ഒരു ചെറിയ ആയത്താണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ചിലപ്പോൾ പിടിച്ചു കുലുക്കും. നമ്മൾ അത് കാരണത്താൽ ദിവസം മുഴുവൻ നമ്മൾ ഹറാമെന്ന് വിട്ടുക്കും. ആ ദിവസം മുഴുവൻ നമ്മൾ ചിലപ്പോൾ സൽക്കർമ്മങ്ങളിൽ മുഴുകും. ആ ദിവസം മുഴുവൻ തഖ്വയിലായൊരു കച്ചവടവും, തഖ്വയിലായൊരു നടത്തവും, തഖ്വയിലായൊരു ഇരുത്തവും, തഖ്വയിലായ ചലനവും നിശ്ചലനവും കടത്തവും ഉറക്കമൊക്കെ കിട്ടും. കാരണം നമ്മൾ ആ ആയത്ത് നമ്മളെ പിടിച്ചു കുലുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് നമ്മളിൽ ഫലം ചെയ്തു. അങ്ങനെ ഫലം ചെയ്യുകയാണെങ്കിൽ അതാണ് വിശ്വാസികൾക്ക് അള്ളാഹു ഖുർആൻ ഇറക്കുന്നതിനെ കൊണ്ട് ലക്ഷ്യം വെച്ചത്. നമുക്ക് നല്ല ശമനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾക്ക് പലതിനും ഷിഫ എന്തിലുണ്ട്? മരുന്നാന്നും കൂടിയല്ല, ഷിഫയാണെന്നാണ് പറഞ്ഞത്. മരുന്ന് കഴിച്ചാലേ ഷിഫ ഉണ്ടാവുക. ഖുർആൻ ഷിഫയാണ്. ഖുർആന് പല രോഗങ്ങൾക്കും ശമനമാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മളൊരു ചെറിയ ആയത്തിനെ പോലും കാണേണ്ടത്. മനസ്സ് തെറ്റിപ്പോകരുത്. മനസ്സ് തെറ്റിപ്പോയാൽ ഇപ്പം നമ്മൾ പറയും ഏത് ലോകത്തിൽ അള്ളാഹു കാരണം നിശ്ചയിച്ചു, നിങ്ങൾ നിസ്കരിച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അങ്ങനെ ഒരു ആയത്തില്ലേ? നിശ്ചയമായും നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ നിന്നും മ്ലേച്ഛതകളും തോന്നിവാസങ്ങളും ആ നിസ്കാരം തന്നെ കളയും. നിസ്കാരം അതിനെ വിരോധിക്കുന്നതാണ്. നിസ്കാരം അതിന് വിരോധമാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം അതും ഒത്തുപോകില്ല. പക്ഷെ നമ്മളൊക്കെ 5 വക്ത് നിസ്കരിച്ചിട്ടും എന്ത് വരുന്നുണ്ട്? അപാകതകൾ വരുന്നുണ്ടെങ്കിൽ ആർക്കാണ് കുഴപ്പം? നിസ്കാരത്തിനോ നമുക്കാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു ഒരുപാട് ഫലങ്ങളുണ്ട് ഖുർആനിലൂടെ. ആ ഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഖുർആൻ ഓതണം. ഇതെല്ലാം ഈ ആയത്തിലുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു നിയമം പറഞ്ഞുകൊണ്ടാണ്. അതാണ് തുടക്കം. ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത, സൂറത്തു ഖാഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സൂറത്തു ഖാഫാണല്ലോ നമ്മളെ വിഷയം. ഇന്ന ഫീ ദാലിക ലദിക്ര എന്ന് ഏത് സൂറത്തിലുള്ളത്? ഖാഫ് സൂറത്തിലാണുള്ളത്. ഖാഫ് സൂറത്തിൽ 37-ാമത്തെ ആയത്താണ് ഇന്ന ഫീ ദാലിക ലദിക്ര. അപ്പോൾ 36 ആയത്ത് കഴിഞ്ഞിരിക്കണല്ലോ. ഈ ഖാഫ് സൂറത്തിൽ എന്താണ് ഇപ്പം അതിന് മാത്രം ഉള്ളത്? ഖാഫ് സൂറത്തിൽ ഖുർആനിൽ എന്തായാലും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഖാഫിൽ നമ്മൾ ഓതുമ്പോൾ എന്താണ് അതിനുള്ളത്? അദ്ദേഹം ഖാഫ് സൂറത്തിനെ ഒന്ന്
പരിശോധിക്കുകയാണ്. സൂറത്തു ഖാഫിൽ എന്തുണ്ട്? ഖാഫ് സൂറത്തിൽ പിന്നെ ഉസൂലുൽ ഈമാൻ, ഈമാനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഖാഫ് സൂറത്തിലുണ്ട്. ഉസൂലുൽ ഈമാനുണ്ട്. അതായത് മുഅ്മിനായ വ്യക്തിക്ക് വേണ്ടുന്ന കുറേ ഉസൂലുകൾ എവിടെ ഉണ്ട്? ഖാഫ് സൂറത്തിലുണ്ട്. അത് ഈമാൻ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ഖാഫ് ഓതി നോക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറേ ഈമാനികമായ ഉയർച്ച നമുക്ക് ഖാഫ് സൂറത്തിലൂടെ ലഭിക്കും. അവിടെ നമ്മുടെ തുടക്കത്തെക്കുറിച്ച് ഖാഫ് സൂറത്തിൽ പരാമർശമുണ്ട്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പരാമർശമുണ്ട്. അതേപോലെ തന്നെ മആദ്, നമ്മൾ മടങ്ങിപ്പോകുന്നത്, അവിടെ പരലോകത്തെ ചില അവസ്ഥാവിശേഷങ്ങൾ സൂറത്തു ഖാഫിൽ നമുക്കൊന്ന് ജസ്റ്റ് ഓതി നോക്കി പോകാം ഇൻഷാ അല്ലാഹ്. ഞാൻ ചുരുക്കി ഒന്ന് പറയട്ടെ. മആദിനെ കുറിച്ച് നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ ഖാഫ് സൂറത്തിൽ അവിടെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ എന്താണ് പറയുക, നമ്മുടെ കരീൻ ജിന്ന്, നമ്മളെ പേപ്പിക്കാൻ വന്ന ജിന്നുകളെ പറ്റിയൊക്കെ ചർച്ച ഉണ്ട്. അള്ളാഹു പിന്നെ സ്വർഗ്ഗക്കാരെ കുറിച്ച് നരകക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജഹന്നമിലേക്ക് അവരെ വലിച്ചെറിയണം, അൽഖിയ ഫി ജഹന്നമ എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ട്. അതേപോലെ നരകം അന്ന് നിറയുന്ന അവസ്ഥയിലേക്ക് എത്തും. നിറഞ്ഞോന്ന് പഠിച്ചോൻ ചോദിക്കും, ഹലിം തലത്തി, അപ്പോൾ ഫതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടോ എന്ന് ആര് ചോദിക്കും? അത് നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അത് പറയുന്നതിനേക്കാൾ ഗൗരവമാണ്, പറയുന്ന അത്ര നിസ്സാരമല്ല നരകം. ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥാവിശേഷം അത് പറയുന്നുണ്ട്. പിന്നെ തൗഹീദിനെ പറ്റി നല്ല പരാമർശം അവിടെ ഉണ്ട്, ഖാഫിൽ ഒരുപാടുണ്ട്. നുബൂവത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാഫിന് തുടക്കം തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അവർ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മെല്ലെ ഇങ്ങനെ പറഞ്ഞു പോകാം. അതേപോലെ തന്നെ ഈമാൻ ബിൽ മലായിക്കത്തുകളെ കുറിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങൾ അവിടെ ഉണ്ട്, സൂറത്തു ഖാഫിലുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഒന്നെങ്കിൽ നഷ്ടക്കാരനായിരിക്കും, ദൗർഭാഗ്യവാനായിരിക്കും, അല്ലെങ്കിൽ ഐശ്വര്യത്തോടു കൂടി സുഖത്തോടു കൂടിയുള്ളൊരു ജീവിതത്തിലേക്ക് മടക്കം കിട്ടും. നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും, കേൾക്കുന്ന എല്ലാവരും ഒന്നുകിൽ നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണ്? സ്വർഗത്തിലേക്കോ, അല്ലെങ്കിൽ എങ്ങോട്ടാണ്? നരകത്തിലേക്ക്. നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, നമുക്ക് താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെട്ടാലും ഓർക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ ആ സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് ചർച്ചയുണ്ട്. അവരുടെ രണ്ടു കൂട്ടരുടെയും വിശേഷണങ്ങൾ സൂറത്തിൽ ചർച്ചയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ സൂറത്തു ഖാഫിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്, ഇപ്പോൾ അള്ളാഹു നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും എന്ന് സൂറത്തു ഖാഫിലുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മുടെ കണ്ടനാടിയേക്കാൾ അള്ളാഹു നമ്മളോട് അടുത്താണ്. എന്നാൽ അള്ളാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അർശിന് മുകളിലാണ്. എല്ലാ സൃഷ്ടികൾക്കും ഉപരിയിലാണ് ആരുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. എന്നാൽ അള്ളാഹു നമ്മളോട് അടുത്തുമാണ്. അങ്ങനെ അള്ളാഹിൻ്റെ ചില വിശേഷണങ്ങളുണ്ട്. പിന്നെ അള്ളാഹ്ക്ക് ചേരാത്ത കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഒഴിവാക്കുന്ന, പിന്നെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അതൊക്കെ ഈ സൂറത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ പറയുന്ന ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും എഴുതി വെക്കാൻ ആരുണ്ട്? ഈ വിശേഷണങ്ങളുള്ള റഖീബ് അതീദ് എന്ന വിശേഷണങ്ങളുള്ള മലക്കുകളുണ്ട്. പിന്നെ അതേപോലെ ഈ സൂറത്തിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് സൂചനയുണ്ട്. പിന്നെ ദുനിയാവിനെ കുറിച്ചും ആഖിറത്തെക്കുറിച്ചുള്ളൊരു താരതമ്യം ഈ സൂറത്തിലുണ്ട്. പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഈ സൂറത്തിൽ പരാമർശമുണ്ട്. മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പരാമർശമുണ്ട്. മരിക്കുന്ന നേരത്തെ അവൻ്റെ വിശേഷണത്തെ പറ്റി പരാമർശമുണ്ട്. ഖിയാമത്ത് നാളിൽ അവൻ്റെ വിശേഷണത്തെ പറ്റി പരാമർശമുണ്ട്. അള്ളാഹു എല്ലാ നിലക്കും മനുഷ്യനെ പറ്റി അറിയും എന്നുള്ള വിശേഷണങ്ങളുണ്ട്. പിന്നെ മനുഷ്യൻ്റെ മനസ്സിൽ അവൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. അള്ളാഹു അലീമാണ് എന്നുള്ള വിശേഷണം, അള്ളാഹു നമ്മളെക്കുറിച്ച് എത്രത്തോളം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മലക്കുകളെക്കുറിച്ച്, എഴുതി വെക്കുന്ന മലക്കുകളെക്കുറിച്ച്, ഖിയാമത്ത് നാളിൽ നമ്മളെ കൊണ്ടുപോകുന്ന വലിച്ചു കൊണ്ടുപോകുന്ന, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സൂചനയുണ്ട്. സായിഖ്, ഷഹീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗത്ത് സൂചനയുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമുക്ക് പറയുന്നുണ്ട്. ഇനി നമുക്ക്
ഈ സൂറത്ത് ഒന്ന് മെല്ലെ അതിനെക്കുറിച്ചൊന്ന് മെല്ലെ നിങ്ങൾ സൂറത്ത് കാഫ് ഫോണിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കി നമുക്കതിൽ ഓരോ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഏത് സൂറത്തും ഫലം ചെയ്യണമെങ്കിലുള്ള അടിസ്ഥാനമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് നിങ്ങൾ മറക്കരുത്. ഓരോ ആയത്തും ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സ് അവിടെ തന്നെ ആയിരിക്കണം, വേറെ എങ്ങോട്ടും പോകരുത്. നമ്മുടെ മനസ്സിൽ വേറെ കേടുകളൊന്നും ഉണ്ടാകരുത്. മാത്രമല്ല മനസ്സ് വേറെ എങ്ങോട്ട് സഞ്ചരിക്കാതെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് സൂറത്ത് കാഫ് കൊണ്ട് നല്ല ഖുർആൻ മുഴുവൻ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വലിയ മരുന്ന്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് നമ്മളിപ്പോൾ ഇന്നലെ പാരായണം ചെയ്ത സൂറത്ത് അല്ലേ, കഹ്ഫ്, വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്തുൽ കഹ്ഫ്. അതിൽ ഈ മൂസാ നബിൻ്റെയും ഖദർ അലൈഹി സ്വലാമിൻ്റെ ഒരു കഥ പറയുന്നുണ്ടല്ലോ. ആ കഥയുമായി ബന്ധപ്പെട്ട് ഏകദേശം 30-ലധികം ഗുണപാഠങ്ങൾ നാസിർ സാദി അബ്ദുറഹ്മാൻ നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓതിയിട്ട് എന്താ അത്ര കിട്ടാത്തത്? അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഓതിയാൽ അത്ര ഫായിദ കിട്ടും. നമ്മൾ ഫാത്തിഹ തന്നെ എത്രയോ നിധിയാണെന്ന് പറഞ്ഞേക്കാം. ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആയത്തിൻ്റെ ദറജകൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് 4 വാള്യത്തിൽ ഈ പറയുന്ന പണ്ഡിതൻ ഗ്രന്ഥം എഴുതിയിരിക്കണം. ഞാനിപ്പോൾ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ ഗ്രന്ഥം 4 വാള്യം. നമുക്കത് കിട്ടാത്തതിൻ്റെ കാരണമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. എന്ത്? നമ്മുടെ ഹൃദയം അങ്ങോട്ട് സമർപ്പിക്കാത്തതാണ് പ്രശ്നം. ഇപ്പം സൂറത്തു ഖാഫ് എത്രാമത്തെ സൂറത്താ? 50-ാമത്തെ സൂറത്ത്. ഇപ്പം നോക്കി, സൂറത്തു ഖാഫിൻ്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് തുടങ്ങി. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏത് അക്ഷരം കൊണ്ട് തുടങ്ങിയാലും അതിന് നമുക്ക് കിട്ടേണ്ട ഒരു പാഠം, അള്ളാഹുവാണ് അതിൻ്റെ മുറാദിനെ പറ്റി അറിയുന്നവൻ. പക്ഷെ അതിന് കിട്ടേണ്ട പാഠം ഈ അക്ഷരങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ മുഴുവനുള്ളത്. പക്ഷെ നിങ്ങൾ കടഞ്ഞു പരിശ്രമിച്ചാലും എല്ലാവരും കൂടിയാലും ഇതേപോലെ പറയാൻ ആർക്കും കഴിയൂല. ഈ ഖാഫ് കൊണ്ടും ഐൻ കൊണ്ടും, കാഫ് ഹൈൻ എന്താ പറയുക, പിന്നെ നൂൻ, അതേപോലെ ഹാമീം, അലിഫ് ലാം റ, ഈ അക്ഷരങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണ് എന്തുള്ളത്? അള്ളാഹു സംസാരിച്ചത്. പക്ഷെ അതേപോലെ ഒന്ന് സംസാരിക്കാൻ ആർക്കും കഴിയൂല, ആർക്കും കഴിയൂല എന്നുള്ള സൂചനയാണ്. അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ പറയുന്നിടത്തൊക്കെ ഖുർആൻ്റെ പരാമർശം അധിക സ്ഥലത്തുണ്ടാവും. ബഖറയിൽ നോക്കി അലിഫ് ലാം മീം, പിന്നെന്താ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. അധിക സ്ഥലത്തും ഈ അക്ഷരങ്ങൾ പറയുന്നിടത്ത് എന്തുണ്ടാകും? ഖുർആനെ പറ്റി പരാമർശം ഉണ്ടാവും. കാരണം ഖുർആനെ പോലെ ഒന്ന് സംസാരിക്കാൻ ആരും കഴിയില്ല. ഖുർആൻ വല്ലാത്ത മധുരമാണ്, ആസ്വാദനമാണ്, മരുന്നാണ്. അത് ആസ്വദിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. മനസ്സമാധാനത്തിന് എന്തൊക്കെ മാർഗം നമ്മൾ നാട്ടിൽ അന്വേഷിക്കുന്നുണ്ട്. കുറേ ആളുകൾ സമാധാനം കിട്ടാൻ വേണ്ടി മോട്ടിവേഷൻ കേൾക്കാൻ മറ്റേ ഉപദേശങ്ങൾക്ക്, നിങ്ങൾ കേട്ടില്ലേ ഇപ്പോൾ ലാസ്റ്റ് ഒരു വാർത്ത വന്നത്? ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ പറ്റിയ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ രണ്ടാളും അടിച്ചു പിരിഞ്ഞു എന്നാണ് പറഞ്ഞത്, ഭാര്യയും ഭർത്താവ്. അള്ളാൻ്റെ ഖുർആനിലേക്ക് മടങ്ങി നോക്ക്, ഭയങ്കര ആശ്വാസം കിട്ടും. വേറെ എങ്ങോട്ടും പോകണ്ട. വേറെ ഒരു പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ചില സ്ത്രീകൾ മറ്റേ മൻസിലി എന്നൊക്കെ പറഞ്ഞ് കുറേ അദ്കാറിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കും. അത് അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത ഔറാദുകളൊക്കെ വന്ന് പഠിപ്പിച്ച് തന്നെ ഒരുപാടുണ്ട്. നമ്മൾ ഖുർആനിലേക്ക് മടങ്ങി നോക്കി, ഖുർആനും ഹദീസും മാത്രം ജീവിതത്തിൻ്റെ ഒരു മാർഗദർശനമായി വെച്ച് നോക്കി, ഭയങ്കര മാറ്റമായിരിക്കും, ഭയങ്കര ആശ്വാസമായിരിക്കും. വൽ ഖുർആനിൽ മജീദ്, ഉന്നതമായ വിശേഷണങ്ങളുള്ളതാണ് ഖുർആൻ. മജീദാണ് ഖുർആൻ. ചെറിയ വിശേഷണങ്ങളല്ല ഖുർആനുള്ളത്, മജീദാണ്. ഭയങ്കര വിശേഷണങ്ങളാണുള്ളത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്നതിനെ പറ്റി ഒരാൾക്ക് ഈമാൻ ഉറക്കണമെങ്കിൽ അവൻ റിസാലത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. അതായത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ജനിച്ച് മദീനത്ത് മരണപ്പെട്ട് 63-ാമത്തെ വയസ്സിൽ വഫാത്തായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് മനസ്സിൽ ഖൽബിൽ നമുക്ക് നല്ല വിശ്വാസമാണ്, ഉറപ്പാണ്. അപ്പോഴേ റസൂൽ സംസാരിക്കാൻ നമുക്ക് ഉറപ്പുണ്ടാവുള്ളൂ. റസൂൽ പറയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് അതൊക്കെ ഇപ്പം ഉണ്ടോയെന്ന് ചോദിക്കൂല. കാരണം ആരിൽ നിന്നാണ്? അള്ളാഹു. അപ്പം റിസാലത്തിൽ ഉറപ്പാണ്, അതിനെ ചികിത്സിക്കുകയാണ്. ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. റസൂലുള്ള അവരിൽ നിന്ന് തന്നെ ഒരു മുൻദിറായി, ഒരു താക്കീതുകാരനായി, മിൻഹും അവരിൽ നിന്ന് തന്നെ വന്നപ്പോൾ അവരതിൽ അത്ഭുതം കൂറുകയാണ്. അവർ പറയാണ് ഹാദാ ശൈഉൻ അജീബ്, ഇത് ഭയങ്കര സത്യത്തിൽ അത്ഭുതം എന്നല്ല, അവർക്ക് അറിയാം. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വിശ്വസിക്കാൻ മനസ്സ് സമ്മതിക്കൂല. കാരണം നമ്മളെ കുറേ ഇഷ്ടങ്ങൾക്കെതിരായിരിക്കും.
റസൂലുള്ള കൊണ്ടുവന്ന പലതും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എതിരാണെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തീകരണത്തിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റസൂലുള്ള കൊണ്ടുവന്നതിന് പിൻപറ്റുക എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല, നിങ്ങളിൽ ഒരാൾ അവൻ്റെ ഇച്ഛ ഞാൻ എന്ത് കൊണ്ടുവന്നോ അതിന് തബ ആകുന്നത് വരെ, പിൻപറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തുന്നത് വരെ. നമുക്ക് ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടൊരു അതൊക്കെ ഇപ്പം ഉണ്ടോയിക്കും, അത് നമ്മൾ അത് സുന്നത്തല്ലേന്ന് പറയാം. ശരിക്കും സുന്നത്തിൻ്റെ അർത്ഥം എന്താണ്? സുന്നത്ത് പറഞ്ഞാൽ ചര്യാന്നാണല്ലോ. ചര്യ എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടണം എന്നാണല്ലോ മാന. നമ്മൾ മനസ്സിലാക്കിയ സുന്നത്ത് എന്താണ് സത്യത്തിൽ? അതിൻ്റെ ഒരു ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്തതും ചെയ്താൽ കൂലുള്ള, അത് ഫിഖ്ഹിലാണ്. നമ്മളെ ഇഷ്ടത്തിന് എല്ലായിടത്തേക്കും സുന്നത്ത് വെക്കലാണ്. അങ്ങനെയാണ് അല്ലേ? എനിക്കങ്ങനെ തോന്നണേ. നമ്മൾ ഇഷ്ടത്തിനാണ് വെക്കലാണ്, അത് സുന്നത്തല്ലോ അറിയും. അപ്പം സുന്നത്ത് പറഞ്ഞാൽ തന്നെ ഒഴിവാക്കാനുള്ളതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയല്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നതിനേക്കാൾ നല്ലത് കൊണ്ടുവരാൻ ആർക്കും കഴിയൂല. കാരണം നമ്മൾ ഖുത്ബയിലൊക്കെ കേൾക്കല്ലേ, ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ഹദി ഉണ്ടെങ്കിൽ അത് ആരുടെ ഹദിയാണ്? മുഹമ്മദ് എന്നവരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹദിയാണ്. അതിനേക്കാൾ വലിയ ഹദി കിട്ടാനില്ല. അത് ആരൊക്കെ പുച്ഛിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും ആർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും നമ്മളിനി കാലത്തിൻ്റെ ചുവരേച്ചുകൾ വായിക്കാത്തവർ 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവർ എന്തൊക്കെ പറഞ്ഞാലും ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോളം വെക്കാൻ ആർക്കും കഴിയൂല, അതിൻ്റെ അപ്പുറം വെക്കാനൊന്നും കഴിയൂല. അത് വസ്ത്രത്തിലാണെങ്കിലും അതേപോലെ നോക്കിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും നീയത്തിലാണെങ്കിലും എന്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ് ഏറ്റവും നല്ല ഹദിയും. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ശരി. അപ്പം ആ സുന്നത്തിനെ പിൻപറ്റിയ ഒരു അത്ഭുതം കൂറാണ്. ഇനി അടുത്തവരുടെ സംശയം, ഇദാ മിത്നാ വകുന്നാ തുറാബ, ഇത് വേറൊരു വിഷയമാണ്. ഇതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് സംശയമുള്ളവരാണ്. റിസാലത്തിൽ സംശയം, ബഅസിൽ സംശയം, ഇതൊക്കെ സംശയമാണ്. ഇത് നമുക്ക് ഈമാനിൽ അടിയുറച്ചു വേണ്ട ഈമാൻ്റെ ഉസൂലാണ്. ഏത്? നമ്മൾ മരിച്ചാൽ, നമ്മൾ മണ്ണോട് ചേർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഈമാൻ വേണം. ഇതൊക്കെ കാഫിൽ ചർച്ചയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വിദൂരാണ്. അങ്ങനെയാണ് ഓല് ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല. മനുഷ്യന്മാരെ ഓല് അങ്ങനെ ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്. അത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഈ ശരീരം മുഴുവൻ മണ്ണ് തിന്നു, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മണ്ണിൽ അലിഞ്ഞു ചേർന്നു, എല്ലായി നുരുമ്പി, പിന്നെ അങ്ങനെ ആ രൂപത്തിലായി. പിന്നെ എങ്ങനെ ഇതേ ശരീരം പിന്നെ തിരിച്ചു വരിക എന്നതാണ്. അള്ളാഹു പറയുന്ന മറുപടിയാണ് ഏറ്റവും മനോഹരം. ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും. ഖദ് അലിംനാ, നാം അറിഞ്ഞിട്ടുണ്ട്. മാ തൻഖുസുൽ അർദു മിൻഹും, ഭൂമി എന്താണ് അവരിൽ നിന്ന് കുറക്കുക എന്ന് പറഞ്ഞാൽ, ഭൂമി അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തിന്നത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അള്ളാഹ് ഭൂമിയോട് പറയാണെന്ത്? ഭൂമി ആരുടെ സൃഷ്ടിയാണ്? ഭൂമി ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു പറഞ്ഞു ഭൂമിയോട് ഇങ്ങോട്ട് തിരിച്ചു തരാൻ. വളരെ നിസ്സാരമായി അള്ളാഹ്ക്ക് സാധിക്കും. അടുത്തൊരു അസ്ല് ബഅസ്, അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ് അവർക്ക് സംശയമെങ്കിൽ ഭൂമി എന്തൊക്കെ അവരിൽ നിന്ന് കുറച്ചു എന്ന് ആർക്കറിയാം? അള്ളാഹ്ക്ക് കൃത്യമായിട്ട് ഇൽമുണ്ട്. അള്ളാഹിൻ്റെ ഇൽമ് നമ്മൾ എല്ലാ കാര്യത്തിലും ചുറ്റി നിൽക്കുന്നതാണ് അള്ളാഹിൻ്റെ ഇൽമ്. നമ്മളെങ്ങനെ നമ്മുടെ കഴിഞ്ഞു പോയത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാനുള്ളത്, ഇനി നടക്കാത്തൊരു കാര്യം നടക്കുകയാണെങ്കിൽ അതെങ്ങനെ നടക്കും, വളരെ കൃത്യമായ ഇൽമാണ് ആർക്കുള്ളത്? അള്ളാഹുവിനുള്ളത്. അപ്പം അള്ളാഹിൻ്റെ അറിവിൽ നമ്മൾ സംശയിക്കരുത്. പിന്നെ അള്ളാഹു പറയാണ് വഇൻദനാ കിതാബുൻ ഹഫീദ്. അള്ളാഹു എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചൊരു കിതാബും ആരുടെ അടുത്തുണ്ട്? അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളാണ്. നമ്മൾ എത്രത്തോളം ഈ വേരുകൾ അടിയുറച്ചിട്ടുണ്ടോ അത്രത്തോളം ഈമാനികമായ പ്രതിഫലനങ്ങൾ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ നമ്മളിൽ എന്തുണ്ടാവും? പുറത്തേക്ക് വരും. ഒരാളുടെ അഖീദ, ഒരാളുടെ ഈമാൻ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞോ അത്രത്തോളം അയാൾക്ക് എന്തുണ്ടാവും? സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ കഴിയും. ഒരാളിൽ എത്രത്തോളം ഈമാൻ ദുർബലമാണോ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു സംശയാലുമായി, അല്ലെങ്കിൽ അതൊക്കെ നടക്കുമോ എന്നുള്ളൊരു ബേജാറിൽ, അങ്ങനെയൊക്കെയാണ്, ഉറപ്പൊന്നുമില്ല. എല്ലാവരും പറയുന്ന കേട്ടിക്കണേ, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ പിന്നെ എന്തില്ല, അതനുസരിച്ചിട്ടേ കർമ്മങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ താല്പര്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും.
അപ്പോൾ ഈ ഉസൂലുൽ ഈമാൻ, ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നുള്ള ഈമാൻ, അതേപോലെ അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള വിഷയത്തിലൊക്കെ നമുക്ക് അടിയുറച്ച ഈമാൻ വേണം. അള്ളാഹ് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാലും ഇവരുടെ പ്രശ്നമൊന്നല്ല. ബൽ കദ്ദബൂ ബിൽ ഹഖ്ഖി ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ്. അവരുടെ വിഷയം, അവർ സത്യത്തെ കളവാക്കുകയാണ്. പലപ്പോഴും അറിഞ്ഞിട്ടും കളവാക്കുക. അത് അങ്ങനെ ഉണ്ടാകരുത്. അവരൊരു അനിശ്ചിതത്വത്തിലാണ്, മരീജിലാണ് അവർക്കുള്ളത്. അവർ ചിലപ്പോൾ പറയും റസൂലുള്ള സാഹിറാണ് അറിയും. മക്കത്തെ മുശ്രിക്കുകളൊക്കെ ചില പറയുന്നത് നബി ആഭിചാരം ചെയ്യുന്നവർ, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചിലപ്പോൾ പറയും നബി ഷാഇറാണ്, നബി ഒരു കവിയാണെന്ന് പറയും. ചിലപ്പോൾ പറയും നബി മജ്നൂനാണ്, നബിക്ക് ഭ്രാന്ത് വന്നതാണെന്ന് പറയും. ചിലപ്പോൾ വേറെ പലതും പറയും അങ്ങനെ. അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം എവിടുന്നോ കട്ട് കേൾക്കുന്നതെന്ന് പറയും. ഇവർക്ക് തന്നെ ഒരു അടിസ്ഥാനം ഉറപ്പൊന്നുമില്ല. അവർ സത്യത്തെ കളവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് കളവാക്കിയവർക്ക് അവർക്ക് അതിൻ്റെതായ വിപത്തുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് മാത്രമേ ഉള്ളൂ. ഇനി അള്ളാഹു എപ്പോഴും ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥാപിക്കുമ്പോൾ പല കോലത്തിലാണ് സ്ഥാപിക്കുക. അതായത് അള്ളാഹു നമുക്ക് മനസ്സിലാകുന്ന കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞുതരും. നമ്മുടെ സൃഷ്ടിപ്പാണോ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പാണോ വലിയ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ? ആകാശം വലിയ പടപ്പല്ലേ. ആകാശം എന്ന് പറയുന്നത് സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് അത് വലിയ സൃഷ്ടിപ്പ് തന്നെയല്ലേ. അങ്ങനെ അങ്ങനെ നമ്മൾ ഗണിച്ചു നോക്കുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വിണിയും പടക്കാൻ പണിയുണ്ടോ? ഇല്ല. ഇതൊരു ഇതാണ്. നമ്മളെക്കാൾ വലിയ സൃഷ്ടിപ്പ് അള്ളാഹ് എടുത്ത് പറയും. എന്നിട്ട് പറയും നിങ്ങൾ ഒന്നുകൂടി പടക്കാൻ ആർക്ക് പണിയില്ല, അള്ളാഹ്ക്ക് എളുപ്പമാണെന്ന് പറയും. പിന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു മാർഗം ഖുർആനിലുള്ളത്, മഴ പെയ്താൽ ഭൂമിയിൽ എന്ത് മുളച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി. നമ്മളൊക്കെ വേനൽക്കാലത്ത്, നമ്മുടെ നാട്ടിൽ നല്ല തീക്ഷ്ണമായ വേനൽക്കാലത്ത് പൊടി പിടിച്ച് കിടക്കുന്ന പല ഭൂമികളും മഴ പെയ്ത് കഴിഞ്ഞാൽ അത് തളിർത്ത് മുളച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? ഇതേപോലെ നിങ്ങളെ മുളപ്പിക്കാൻ ആർക്ക് പറ്റും? അള്ളാഹ്ക്ക് പറ്റും. ഇതും ഖുർആനിലുള്ള ഒരു മാർഗമാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മാർഗം, അത് ഖാഫിലുണ്ട്, വേറെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് പഠിക്കാനാണോ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാനാണോ? സൃഷ്ടിച്ച ഒന്നിനെ പിന്നെ സൃഷ്ടിക്കാനൊക്കെ പണി, ഇല്ലായ്മ സൃഷ്ടിക്കാനല്ല പണി. നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ആര് പഠിച്ചിക്കണേ? അള്ളാഹ് പഠിച്ചിക്കണേ. അപ്പം നിങ്ങൾ ഒന്നുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആർക്ക് വലിയ? അള്ളാഹ്ക്ക് വളരെ നിസ്സാരാണ്. ഈ ഒരു അസ്ലും ഖുർആനിലുണ്ട്. എന്തായാലും അള്ളാഹു ആകാശ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി, അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. നമ്മൾ അള്ളാഹുവിനെ പഠിക്കാൻ, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കാന്ന് പറയും. അള്ളാഹിനെ പഠിക്കാൻ രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ശറഈയായ ഈ ഖുർആൻ്റെ ആയത്തുകൾ വെച്ച് പഠിക്കുക. മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച് വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ നോക്കി അള്ളാഹിൻ്റെ മഹത്വം മനസ്സിലാക്കുക. നമുക്ക് നിത്യം കാണുന്നതുകൊണ്ടാണ് പലതും വിലയില്ലാത്തത്. സൂര്യൻ അത്ഭുതപ്പെടുന്ന സൃഷ്ടിയാണ്, ചന്ദ്രനും അത്ഭുതപ്പെടുന്ന സൃഷ്ടിയാണ്, നക്ഷത്രങ്ങളും അത്ഭുതപ്പെടുന്ന സൃഷ്ടികളാണ്, ആകാശവും ഭൂമിയും ഒക്കെ അത്ഭുതപ്പെടുന്ന സൃഷ്ടികളാണ്. നമ്മൾ നിത്യം കാണുന്നതുകൊണ്ട് മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമുക്കൊരു അത്ഭുതമായി തോന്നുന്നില്ല. ശരിക്കും ഇതൊക്കെ വലിയ അത്ഭുതമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ ഗോളത്തെ സഞ്ചരിപ്പിക്കണ്ടേ? സൂര്യൻ അതിൻ്റെ ഫലക്കിൽ സഞ്ചരിക്കണം, ചന്ദ്രനും അതിൻ്റെ ഫലക്കിൽ സഞ്ചരിക്കണം, ഭൂമിയും ആ രൂപത്തിൽ എന്ത് ചെയ്യണം? അതിന് അള്ളാഹു നിശ്ചയിച്ചതിൽ സഞ്ചരിക്കണം. ഇതൊക്കെ വലിയ സൃഷ്ടിപ്പാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി നളർ ചെയ്താൽ, നമ്മൾ അതിൽ നോക്കി പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹു ഖദീറാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിസാരനാണ്. അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ കേവല അടിമയും അബ്ദും മർബൂബുമാണ്. അള്ളാഹു ഖാലിഖും മാലിക്കും റാസിക്കും മുദബ്ബിറുമാണ്. അങ്ങനെ അള്ളാഹിനെക്കുറിച്ച് നല്ല ധാരണകൾ ഉണ്ടാവുകയും അത് നമ്മുടെ ഈമാനിനെ ഉണർത്തുകയും അതനുസരിച്ച് നമ്മുടെ ഈമാനാകുന്ന ഒരു മരത്തോട് സങ്കല്പിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ആ മരത്തിൻ്റെ വേരുകൾ
അടിയുറച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഫലങ്ങൾ കായ്ക്കുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. നമ്മുടെ നാവിലൂടെ നല്ലതേ വരൂ, നമ്മുടെ മനസ്സിലൂടെ നല്ല ചിന്തകളെ ഉണ്ടാകൂ, നമ്മുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ പരിശുദ്ധമാകും, ആളുകൾ ശ്രദ്ധിക്കുന്ന ജീവിതത്തെക്കാൾ ആളുകൾ ശ്രദ്ധിക്കാത്ത ജീവിതം ഉഷാറാകും. ഇതൊക്കെ ഈമാനിൻ്റെ അനുരണനവും പ്രതിഫലനമായിരിക്കും. അത് നമ്മൾ അങ്ങോട്ട് എത്തിക്കട്ടെ. അഫലം യൻദുറു ഇലസ്സമാ, അവർ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? അത് എങ്ങനെയാണ് അള്ളാഹു പഠിച്ചത്? കൈഫ ബനൈനാഹ, നാം എങ്ങനെ അതിനെ പഠിച്ചു? വസയ്യന്നാഹ, അതിനെ അള്ളാഹ് അലങ്കരിച്ച്. നമ്മൾ ചില സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ നോക്കി പലർക്കും അതൊരു കൗതുകമാണ്. വമാ ലഹാ മിൻ ഫുറൂജ്, അതിന് വിടവുകളുണ്ടോ? ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഭാഗത്ത് മാത്രം ശരിയായിട്ടില്ല എന്ന് പറയാൻ മാത്രം ആകാശമുണ്ടോ? നോക്കുകയാണെങ്കിൽ അവിടെ മാത്രം ഇല്ല, ബാക്കി എല്ലാ സ്ഥലത്തും ഓക്കെയാണ്, ഈ ഭാഗത്ത് മാത്രം ഒരു വിടവുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. കാരണം പഠിച്ചത് നമ്മളല്ല, ആരാണ്? അള്ളാഹു ആണ് എന്ന് നമ്മൾക്കറിയാം. വൽ അർള മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമിയുടെ സൃഷ്ടിപ്പ് നമ്മളെയും നമ്മുടെ മക്കളൊക്കെ ഇടക്കിടക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ്. ആകാശത്തെ പഠിച്ചത് അള്ളാഹു ആണ്, ഭൂമിയെ പഠിച്ചതും അള്ളാഹു ആണ്. ആകാശം അത് നമുക്ക് ചെറിയ ഈമാനം നല്ല തരിക, അള്ളാഹിൻ്റെ കുദറത്തിനെ പറ്റി നല്ല ബോധ്യങ്ങൾ തരും. അപ്പോൾ നമുക്കും തന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ വിനയപ്പെടാനും സുജൂദ് ചെയ്യാനും താല്പര്യം ഉണ്ടാകും. നമ്മൾ മുമ്പിൽ നിൽക്കുന്ന റബ്ബ് നമ്മൾ ആരുടെ മുമ്പിൽ, അത് അള്ളാഹുവിനെ പറ്റി നമുക്ക് ചെറുതല്ലാത്ത വലിയ മഹത്വങ്ങൾ, അള്ളാഹിൻ്റെ അളമത്ത് നമുക്ക് ബോധ്യപ്പെടും, അള്ളാഹിൻ്റെ കുദറത്ത് ബോധ്യപ്പെടും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യം നമുക്ക് ശരിക്കും മനസ്സിലാകും. അപ്പോൾ നമ്മൾ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവും. സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ അളമത്തിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് കൃത്യമായ ബോധ്യത്തോടു കൂടി റുക്കൂ ചെയ്യാൻ പറ്റും. കുമ്പിടാൻ നമുക്ക് മടി ഉണ്ടാവില്ല, എത്ര നേരം നമ്മൾ കുമ്പിട്ട് വെക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളിലൂടെ സഞ്ചരിച്ച ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആർക്കും ഇല്ലല്ലോ. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് അള്ളാഹിൻ്റെ അളമത്ത് മനസ്സിലാക്കിയാൽ, അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സുജൂദിൻ്റെ റുക്കൂവിൻ്റെയും ദൈർഘ്യം കൂടും. കണ്ടിട്ടില്ലേ? റസൂലുള്ളാഹി ധാരാളമായിട്ട് സുജൂദ് ചെയ്യും, ധാരാളമായിട്ട് റുക്കൂ, ഒറ്റയ്ക്ക് സ്കരിക്കുമ്പോൾ ധാരാളമായിട്ട് സുജൂദ് ചെയ്യുകയും ധാരാളമായിട്ട് റുക്കൂ ചെയ്യുകയും ചെയ്യും. കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അത് ആ ഒരു റസൂലിൻ്റെ അനുയായികളാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഭൂമിയെ നാം പരത്തുകയും അതിൽ റവാസി അടിയുറപ്പുള്ള പർവ്വതങ്ങൾ അള്ളാഹു ഇട്ട് കൊടുക്കുകയും അതിൽ തന്നെ വർണ്ണാഭമായ മനസ്സിന് കൗതുകം നൽകുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ചെടികൾ അള്ളാഹു, ഒരേ മണ്ണാണ് ഒരേ വെള്ളമാണ് ഒഴിക്കണത്, പക്ഷെ മുളച്ചു പൊന്തണത് വ്യത്യസ്ത ചെടികളും കായ്കളുമാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരേ വെള്ളമല്ല. അതിൽ ആപ്പിളിന് വേറെ വെള്ളം, ഓറഞ്ചിന് വേറെ വെള്ളമൊന്നും ഇല്ലല്ലോ, ആകാശത്ത് നിന്ന് വരുന്ന വെള്ളം തന്നെയല്ലേ. പക്ഷെ മുളച്ചു പൊന്തണ ചെടി നോക്കി, അത് വ്യത്യാസമല്ല. അതെങ്ങനെ വ്യത്യാസപ്പെടുന്നത്? അതാൻ്റെ ഖുദറത്ത് ബോധ്യപ്പെടും നമുക്ക്. അപ്പോൾ ഭൂമി ചിലപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ചെടികളും മുളച്ചു പൊന്തും. അതൊക്കെ അള്ളാഹുവിൻ്റെ ഖുദറത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഉൾക്കാഴ്ച തരുന്നതും നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നതുമാണ്. പക്ഷെ ആർക്കാണ്? ലികുല്ലി അബ്ദിൻ മുനീബ്, സത്യത്തിലേക്ക് മടങ്ങുന്ന മുനീബായ, അള്ളാഹുവിലേക്ക് എപ്പോഴും മടങ്ങുന്ന മുനീബായ ഒരു അടിമക്ക് കണ്ട് മനസ്സിലാക്കാനും അനുസ്മരിക്കാനും ഇടക്കിടക്ക് ഓർക്കാനും വേണ്ടിയാണ് അതൊക്കെ സംവിധാനിച്ചതെന്നാണ്. അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് അങ്ങോട്ട് നോക്കുക. ഞാൻ ഫോണിലൂടെ അള്ളാൻ്റെ ആയത്തുകൾ കാണുന്നുണ്ട്, അത് കുറച്ച് മാറ്റി വെക്കുക. സ്ക്രീൻ അത്ര നല്ലതൊന്നല്ലല്ലോ. ഈ നേരത്തെ പറയപ്പെട്ട, ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാനം ഉണ്ടല്ലോ, ഹൃദയത്തിൻ്റെ ആരോഗ്യം, അത് കൂട്ടാനാണോ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെ സഹായിക്കൽ, അതോ ആരോഗ്യം ക്ഷയിപ്പിക്കാനോ? എങ്ങനെയാണ് പൊതുവെ ഉണ്ടാവല്? എന്താ ചെയ്യുക? ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുകയാണ് പൊതുവെ അത് ചെയ്യാറുള്ളത്. ഇല്ലാ മൻ റഹിമ റബ്ബി എന്നൊക്കെ പറയുന്ന പോലെ അള്ളാഹു കരുണ ചെയ്തവരൊഴികെ. അത് നമ്മളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തട്ടെ. രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓടി ഒളിക്കണം. എന്നൊക്കെ സ്ക്രീനിൽ നിന്നൊക്കെ മാറ്റി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി ഒരു തബ്സിറത്തും ദിക്റോട് കൂടി ജീവിക്കുക. എപ്പോഴും അനുസ്മരണം അള്ളാഹ് കണ്ട് മനസ്സിലാക്കി ജീവിക്കുക. അതാണ് തബ്സിറത്തും വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. സുന്നത്ത് നിസ്കരിക്കാൻ സമയമാണല്ലേ ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വേറെ വനസ്സൽനാ മിനസ് സമാഇ മാഅ
വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക. എങ്ങനത്തെ വെള്ളമാണ്? മുബാറക്കല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ബർക്കത്തില്ല ഇതിന് ഉണ്ട്. فأنبتنا به جنات وحب الحصيد. അല്ലാഹു സുബ്ഹാനഹു വ തആല തോട്ടങ്ങൾ മുളപ്പിച്ചു. പിന്നെ കൊയ്തെടുക്കുന്ന നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് പാടങ്ങളൊക്കെ, ഇതൊക്കെ ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുന്നതാണ്. വന്നഖ്ല, നമ്മൾ അറിയുന്ന കുറേ പറയാണ്. വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ ത്വൽഉൻ നളീദ്. ത്വൽഉൻ നളീദ് പറഞ്ഞാൽ അടുക്കടുക്കായിട്ട് ഇങ്ങനെ കുലകളൊക്കെ ഉള്ള മുന്തിരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ബാസിഖാത്തായി ഉയരമുള്ള രൂപത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? സോറി എന്താണ് പറയാ? മുന്തിരി അല്ല, നഖ്ൽ, ഈത്തപ്പഴം, ഈന്തപ്പന മരങ്ങൾ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനല്ലല്ലോ, പൊതുവെ സൗദി ആ ഭാഗത്തൊക്കെ കുറേ കാണാം. പിന്നെ റിസ്ഖൻ ലിൽ ഇബാദ്, ഇതൊക്കെ അല്ലാഹു പഠിച്ചത് അടിമകൾക്ക് റിസ്ഖായിട്ടാണ്. ഞാൻ പെട്ടെന്ന് പറയാണ്. വഹ്യൈനാ ബിഹി ബൽദതൻ മൈത, അതേ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു കിടക്കുന്ന ഭൂമി എന്ത് ചെയ്യും? ജീവിപ്പിക്കും. കദാലിക്കൽ ഖുറൂജ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്രകാരം തന്നെ അല്ലാഹു നിങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ആകാശത്തുനിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ നമ്മളെ അല്ലാഹു ഉറപ്പായിട്ടും മുളച്ചു. അത് ആ ഈമാന് ഉറപ്പിക്കലാണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യം കൂടി. പിന്നെ അല്ലാഹു ആരെങ്കിലും ഇതിനൊക്കെ കളവാക്കുന്നുണ്ടെങ്കിൽ ഇത് ചരിത്രത്തിലുള്ളതാണ്. എല്ലാ കാലവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രവാചകന്മാർ വരും, അവർക്ക് അനുചരന്മാരുണ്ടാകും, റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്നവരുണ്ടാകും, റസൂലിന് മുഖാലിഫീങ്ങൾ എതിർക്കുന്നവരുണ്ടാകും. ആ ചരിത്രങ്ങൾ പറയാണ്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ് വആദു വഫിർഔനു വഇഖ്വാനു ലൂത്ത് വഅസ്ഹാബുൽ ഐകതി വഖൗമു തുബ്ബഅ കുല്ലു കദ്ദബർ റസൂല ഫഹഖ വഈദ്. ഇത് സംഭവം 2 ആയത്തുള്ളൂ, പക്ഷേ നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചിരിക്കണ്. ഒരുപാട് ആദ്, സമൂദ്, അതേപോലെ അസ്ഹാബ് റസ്, പിന്നെ ആദ്, പിന്നെ ഫിർഔന്, ഇഖ്വാൻ ലൂത്ത് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പറയുമ്പോൾ 2 വരെ ഉള്ളൂ, പക്ഷെ കുറേ കാലങ്ങളോട് സഞ്ചരിച്ചിട്ടാണ് പോകുന്നത്. ഖുർആൻ നമ്മളെ നല്ല സഞ്ചരിപ്പിക്കും കുറേ സ്ഥലത്തേക്ക്. ഇവരൊക്കെ കളവാക്കിയവരാണ്. അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വഈദിന് അവർ, പിന്നെ അള്ളാഹുവിൻ്റെ ആ താക്കീദിന് അവർ പിന്നെ അതിൻ്റെ ഭാഗമായി അവർ ശിക്ഷിക്കപ്പെട്ടു. ചില ആളുകൾ അള്ളാഹു ഭൂമി ഇങ്ങനെ പിടിച്ചു പൊന്തിയിട്ട് അങ്ങനെ തന്നെ തിരിച്ചിട്ടു. ചില ആളുകൾ അള്ളാഹു കടലിൽ മുക്കി. നമ്മളെയും തന്നെ അള്ളാഹു ശിക്ഷിക്കുന്നത് നോക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പേജിൻ്റെ അവസാനത്തെ ആയത്ത്, അഫഅയിനാ ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥാപിക്കുന്നത് ആദ്യത്തെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് അശക്തി തോന്നിയോ? ഇല്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലോ. അതേപോലെ തന്നെ ഉള്ളൂ അള്ളാഹ്ക്ക് ബാക്കിയുള്ള സൃഷ്ടികളുടെ വിഷയത്തിലും പുതിയ സൃഷ്ടിപ്പ് ഉണ്ടാക്കാനും തന്നെ ഉള്ളൂ. അത്ര തന്നെ പണിയുള്ളൂ. നിസ്സാരമാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇനി അടുത്ത പേജ് ഇതിനേക്കാൾ മനോഹരമാണ്. സൂറത്തുൽ ഖാഫിൻ്റെ അടുത്ത പേജ് ഇപ്പം നമ്മൾ ഓതിനേക്കാൾ മനോഹരമാണ്. നമ്മളെ കരയിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഭാഗമുള്ള. അത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഓതി വെക്കുക. എങ്ങനെ ഓതി വെക്കണം? ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാനത്തിൽ നിന്ന് ഓതി വെക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഈമാനികമായ അടിസ്ഥാനങ്ങളും കിട്ടും. അതേപോലെ തന്നെ മുഅ്മിൻ ഉണ്ടാകേണ്ട കുറേ വിശേഷണങ്ങൾ ഉണ്ടാകും. നമ്മുടെ മനസ്സൊന്ന് മാറും, ഒന്ന് തണുക്കും, ഒന്ന് തളിർക്കും. ആകാശത്ത് നിന്ന് മഴ പെയ്താൽ വറ്റി വരണ്ട ഭൂമിക്കുണ്ടാകുന്ന മാറ്റം പോലെ തന്നെ ആകാശ ലോകത്തു നിന്നുള്ള വഹീൻ്റെ ആയത്തുകളെ കൊണ്ട് വറ്റി വരണ്ട് കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാവും? അതിൽ നമ്മൾ ചെടികൾ മുളക്കും. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ച് തരട്ടെ. ഖുർആൻ കൊണ്ട് ഉപകാരമുള്ളവരുടെ കൂട്ടത്തിൽ ഖുർആൻ കൊണ്ട് ഉപകാരം എടുക്കുന്നവരുണ്ട്. ഖുർആൻ നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളുണ്ട്. ഖുർആന് പ്രതികൂലമായി എന്ന് പറഞ്ഞാൽ ഖുർആനെ കൊണ്ട് അമല് ചെയ്യാത്തവർ, ഓതി പക്ഷെ അമല് ചെയ്യാത്തവർ ഉണ്ട്. അള്ളാഹു നമ്മളെ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ
وجلاء أحزاننا وذهاب همومنا يا رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.